ശീതയുദ്ധകാലത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ അമേരിക്കയും ക്യൂബയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. ക്യൂബ അമേരിക്കയ്ക്ക് കടുത്ത ദേശീയ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുണ്ടെന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ ഇനിയൊരു സമാധാന ചർച്ചയ്ക്കോ കരാറിൽ എത്തുന്നതിനോ ഉള്ള സാധ്യതകൾ വളരെ കുറവാണെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി. ക്യൂബയുടെ മുൻ പ്രസിഡന്റും വിപ്ലവ നേതാവുമായ 94-കാരനായ റൗൾ കാസ്ട്രോക്കെതിരെ അമേരിക്ക കൊലക്കുറ്റവും ഗൂഢാലോചനയും ചുമത്തിയതിന് തൊട്ടു പിന്നാലെയാണ് US ഭരണകൂടത്തിന്റെ ഈ കടുത്ത നീക്കം. എന്നാൽ അമേരിക്കയുടേത് വെറും കള്ളപ്രചാരണങ്ങൾ മാത്രമാണെന്നും ക്യൂബയ്ക്ക് മേൽ സൈനിക അധിനിവേശം നടത്താനുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും ക്യൂബൻ വിദേശകാര്യമന്ത്രി ബ്രൂണോ റോഡ്രിഗസ് ആരോപിച്ചു. അതിനിടെ കമ്മ്യൂണിസ്റ്റ് ക്യൂബയ്ക്കെതിരെയുള്ള ഏകപക്ഷീയമായ നീക്കങ്ങളിൽ നിന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ട് ചൈനയും റഷ്യയും ശക്തമായ ഭാഷയിൽ രംഗത്ത് വന്നതോടെ വിഷയം ആഗോളതലത്തിൽ പുതിയൊരു ചേരിതിരിവിനാണ് വഴി തുറന്നിരിക്കുന്നത്. 1996 ഫെബ്രുവരി 24 അന്താരാഷ്ട്ര വ്യോമാതിർത്തിയിൽ നടന്ന അതീവ ഗുരുതരമായ ഒരു വ്യോമാക്രമണ സംഭവമാണ് നിലവിൽ അമേരിക്കയും ക്യൂബയും തമ്മിലുള്ള പുതിയ നയതന്ത്ര സൈനിക തർക്കങ്ങളുടെ പ്രധാന കേന്ദ്രബിന്ദു. മിയാമി ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്നതും ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ ശക്തമായി എതിർത്തിരുന്നതുമായ വിപ്ലവവാസികളുടെ കൂട്ടായ്മയായ ബ്രദേഴ്സ് ടു ദി റെസ്ക്യൂ എന്ന സംഘടനയുടെ 2 നിസ്സായുധ ചെറുവിമാനങ്ങൾ അന്ന് ക്യൂബൻ വ്യോമസേനയുടെ മിഗ് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിടുകയായിരുന്നു. ക്യൂബയിൽ നിന്നും കടൽ മാർഗം രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അഭയാർത്ഥികളെ സഹായിക്കാൻ ലക്ഷ്യമിട്ട് പറന്ന ഈ വിമാനങ്ങൾക്ക് നേരെയുണ്ടായ ക്രൂരമായ ആക്രമണത്തിൽ 3 US പൗരന്മാർ ഉൾപ്പെടെ ആകെ 4 പേർ ദാരുണമായി കൊല്ലപ്പെട്ടു. ഈ സംഭവം നടക്കുമ്പോൾ ക്യൂബയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന റൗൾ കാസ്ട്രോയുടെ നേരിട്ടുള്ള ഉത്തരവോടെയും ആസൂത്രണത്തോടെയുമാണ് വിമാനങ്ങൾ തകർത്തതെന്നാണ് അമേരിക്കൻ പ്രോസിക്യൂഷൻ ഇപ്പോൾ ശക്തമായി വാദിക്കുന്നത്. ഈ ദാരുണ സംഭവം നടന്ന് കൃത്യം 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇപ്പോൾ 94 വയസ്സുള്ള മുൻ ക്യൂബൻ പ്രസിഡന്റ് റൗൾ കാസ്ട്രോയ്ക്കെതിരെ അമേരിക്കൻ പൗരന്മാരെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന അതീവ ഗുരുതരമായ കുറ്റം ചുമത്തി US കോടതികൾ നിയമ നടപടികളിലേക്ക് നീങ്ങുകയാണ്. ദശകങ്ങൾ പഴക്കമുള്ള ഈ കേസ് ഇപ്പോൾ വീണ്ടും സജീവമാകുന്നതിനെ തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായും ഹവാനയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ പരസ്യമായി വെല്ലുവിളിക്കാനുള്ള ട്രംപ് സർക്കാരിന്റെ രാഷ്ട്രീയ നീക്കവുമായുമാണ് ക്യൂബൻ നയതന്ത്രജ്ഞർ വിലയിരുത്തുന്നത്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉന്നയിച്ച കടുത്ത ആരോപണങ്ങൾക്കെതിരെ ക്യൂബൻ വിദേശകാര്യമന്ത്രി ബ്രൂണോ റോഡ്രിഗസ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അതീവ പ്രകോപനപരമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. ക്യൂബ ഒരിക്കലും അമേരിക്കയ്ക്ക് ഒരു സുരക്ഷാ ഭീഷണിയായിട്ടില്ലെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം തങ്ങളുടെ രാജ്യത്തെ സാമ്പത്തികമായും സൈനികമായും പൂർണ്ണമായി തകർക്കാൻ ലക്ഷ്യമിട്ട് US നടത്തുന്ന അടുത്ത യുദ്ധത്തിനുള്ള വ്യക്തമായ ഒരുക്കമാണിതെന്ന് തുറന്നടിച്ചു. കൂടാതെ ക്യൂബയെ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമെന്ന് വിശേഷിപ്പിക്കുന്ന USന്റെ ലേബൽ തികച്ചും അടിസ്ഥാനരഹിതവും ശുദ്ധ അസംബന്ധവുമാണെന്ന് അദ്ദേഹം ശക്തമായി വാദിച്ചു. നിലവിൽ USന്റെ കടുത്ത എണ്ണ ഉപരോധവും കർശനമായ സാമ്പത്തിക വിലക്കുകളും കാരണം കടുത്ത ഇന്ധന വൈദ്യുതി പ്രതിസന്ധിയിലായ ക്യൂബൻ ജനതയ്ക്ക് ഈ പുതിയ യുദ്ധഭീതി രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വലിയൊരു സുരക്ഷാ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണകൂടം അധികാരമേറ്റതു മുതൽ ക്യൂബ പോലുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളോട് കടുത്ത നിലപാടാണ് സ്വീകരിച്ചു പോരുന്നത്. ഇപ്പോഴത്തെ ഭരണാധികാരികളുടെ സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ ക്യൂബയുമായി യാതൊരുവിധ നയതന്ത്ര പരിഹാരത്തിനും സാധ്യതയില്ലെന്നാണ് മാർക്കോ റൂബിയോ വ്യക്തമാക്കിയത്. എന്നിരുന്നാലും ഏതു തരത്തിലുള്ള സാഹചര്യത്തെയും നേരിടാൻ ട്രംപ് ഭരണകൂടം സന്നദ്ധമാണെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അമേരിക്ക എപ്പോഴും നയതന്ത്രപരമായ പരിഹാരങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. എന്നാൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഒന്നിനെയും വെച്ചുപൊറുപ്പിക്കില്ലെന്നും രാജ്യത്തെ സംരക്ഷിക്കാൻ പ്രസിഡന്റ് ട്രംപിന് അവകാശവും ബാധ്യതയും ഉണ്ടെന്നും റൂബിയോ കൂട്ടിച്ചേർത്തു. അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പുതിയ ഭീഷണികൾക്കും നീക്കങ്ങൾക്കുമെതിരെ ക്യൂബയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് റഷ്യയും ചൈനയും രംഗത്തെത്തിയതോടെ അന്താരാഷ്ട്ര തലത്തിൽ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ചേരികൾ വീണ്ടും ശക്തിയായി ഒന്നിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ക്യൂബയെ നയതന്ത്രപരമായി ഒറ്റപ്പെടുത്താനും സാമ്പത്തികമായി തകർക്കാനുമുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ ഏകപക്ഷീയമായ ശ്രമങ്ങളെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അമേരിക്കയുടെ ഇത്തരം കടുത്ത പ്രകോപനങ്ങൾ കരീബിയൻ മേഖലയിലെ സമാധാനാന്തരീക്ഷത്തെയും സുരക്ഷിതത്വത്തെയും പൂർണ്ണമായും തകിടം മറിക്കുമെന്നും മോസ്കോ കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി. ഇതിന് പിന്നാലെ പരമാധികാരമുള്ള ഒരു സ്വതന്ത്ര രാജ്യത്തിന് മേൽ തങ്ങളുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഏകപക്ഷീയമായ ഉപരോധങ്ങളും ഭീഷണികളും അടിച്ചേൽപ്പിക്കുന്ന ശൈലി US ഭരണകൂടം ഉടനടി അവസാനിപ്പിക്കണമെന്ന് ചൈനയും ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര തലത്തിൽ പുകയുന്ന US, ഇസ്രായേൽ, ഇറാൻ തർക്കങ്ങൾക്ക് പിന്നാലെ അമേരിക്കയുടെ തൊട്ടടുത്തുള്ള ക്യൂബയ്ക്കുമേൽ ബീജിംഗും മോസ്കോയും
ഒരേ സമയം പ്രതിരോധ കോട്ട തീർക്കുന്നത് ആഗോള രാഷ്ട്രീയത്തിൽ പുതിയൊരു വൻ ശക്തി ചേരിതിരിവിനും സംഘർഷ സാധ്യതയ്ക്കും വഴി തുറന്നിരിക്കുകയാണ്. ഈ നീക്കങ്ങൾ വെറും ഒരു നിയമ നടപടിയിൽ ഒതുങ്ങുന്നതല്ലെന്നാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. മിഡിൽ ഈസ്റ്റിൽ US, ഇസ്രായേൽ, ഇറാൻ സംഘർഷങ്ങൾ പുകയുന്നതിനിടയിലാണ് അമേരിക്കയുടെ തൊട്ടടുത്ത് കിടക്കുന്ന കരീബിയൻ ദ്വീപായ ക്യൂബയുമായും പുതിയൊരു യുദ്ധമുഖം തുറക്കാൻ US മുതിരുന്നത്. റഷ്യയും ചൈനയും ക്യൂബയ്ക്ക് പിന്നിൽ നിലയുറപ്പിക്കുന്നതോടെ ഇതൊരു അന്താരാഷ്ട്ര സൈനിക പ്രതിസന്ധിയായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ US സ്വീകരിക്കുന്ന ഉപരോധ നടപടികളും സൈനിക വിന്യാസങ്ങളും ഈ മേഖലയുടെ ഭാവി നിർണ്ണയിക്കും.